നമ്മൾ ഈ പ്രായത്തിൽ തന്നെയല്ലേ ഒരു ശവം മറവ് ചെയ്തത്. എന്നിട്ട് ആരെങ്കിലും പിടിച്ചോ? അല്ല, അത് ശരിയാ. അതുപോലെ തന്നെയായി ഇതും. തെളിവില്ലേ? നമ്മുടെ പിന്നാലെ ഒരാളും വരൂല. ഇതിൽ നിന്ന് എന്ത് സന്തോഷം നിങ്ങക്ക് കിട്ടുന്നത്? ശാന്തേ, എല്ലാത്തിനും പണം വേണം. നിന്നോട് ശാലിനി മേഡം പറഞ്ഞില്ലേ? ശാലിനി മേഡം പറഞ്ഞില്ലേ ആ കുഞ്ഞിനെ പോയി നോക്കാൻ നിൽക്കുന്ന കാര്യം? എങ്കിൽ നമ്മുടെ പകുതി പ്രശ്നം തീരും. അതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൊട്ടക്കണക്കിന് കാശൊന്നും കൊച്ചിനെ നോക്കാൻ നിന്നാ തരില്ല. നാട്ടു നടപ്പനുസരിച്ചുള്ള ഒരു തുക, അത് പ്രതീക്ഷ മതി. അത് കൊച്ചിനെ നോക്കാൻ നിന്നാലല്ലേ? കൊച്ചിനെ ആർക്കെങ്കിലും എടുത്ത് കൊടുത്താലോ? മനസ്സിലായില്ല. അതായത് സംഭവം ഇത്രേ ഉള്ളൂ. കൊച്ചിനെ ആവശ്യമുള്ള പാർട്ടിക്ക് നമ്മൾ എടുത്ത് കൊടുക്കുന്നു. അവര് നമുക്ക് ആവശ്യമുള്ള കാശ് തരില്ലേ? നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നേ? അതായത് ശാന്തേ, ഈ പറഞ്ഞ കുഞ്ഞിന്റെ അച്ഛൻ അങ്ങ് വിദേശത്താ ജോലി നോക്കുന്നത്. അയാളുടെ അമ്മയും അമ്മാവനും നാട്ടിലുണ്ട്. ഇവർക്കിപ്പോ ഈ കുട്ടിയെ നമ്മൾ എടുത്തു കൊടുത്താൽ നല്ലൊരു എമൗണ്ട് നമ്മുടെ കൈവെള്ളയിൽ വെച്ചേരും. അതും വാങ്ങി നമുക്ക് സുഖമായിട്ട് കോയമ്പത്തൂര് പോയി എന്റെ ഈ അസുഖത്തിന് ചികിത്സിക്കാൻ പാടില്ലേ? നിങ്ങൾക്ക് ഇത് എങ്ങനെ പറയാൻ തോന്നുന്നു മനുഷ്യ? ഒരു കൈക്കുഞ്ഞിനെ വിറ്റിട്ട് വേണോ നിങ്ങൾക്ക് നിങ്ങളുടെ അസുഖം മാറ്റാൻ? അതിലും ഭേദേ നിങ്ങൾ മരിക്കുന്നതാ. ഓ അത് ശരി. അപ്പൊ ഞാൻ മരിക്കണോന്ന് തന്നെയാണ് നിന്റെ ഉദ്ദേശം. അപ്പൊ അതാണ് നിന്റെ മനസ്സില്. എന്നിട്ട് വേറൊരുത്തനെ വിവാഹം കഴിക്കാം. നിന്റെ മനസ്സിലിരിപ്പ് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. എന്തിനാ വെറുതെ ഇങ്ങനെ ഇല്ലാ വചനങ്ങളൊക്കെ പറയുന്നേ? ആ കുട്ടിയെ ശാരദമ്മയുടെ പേരക്കുട്ടിയെ എന്നെ ഇവിടം വരെ എത്തിച്ചതേ ആ വീട്ടിലെ ചോറ. നെറുകേട്ട് ശാന്ത കാണിക്കില്ല. എടി നിക്കടി. എന്നാ നിന്റെ ശാരദാമ്മയോട് പോയി പറയുക എന്റെ ചികിത്സക്കുള്ള പണം തരാൻ. ഈ അസുഖത്തിന് കൃത്യമായി മരുന്ന് ചെയ്തില്ലെങ്കിൽ ഞാൻ മരിച്ചുപോടി. എന്റെ ജീവനേക്കാളും വലുതാണോ നിനക്ക് നിന്റെ ശാരദാമ്മയും കുട്ടിയും? നിങ്ങൾ നോക്കാതെ നിന്നപ്പോഴേ എനിക്ക് കൂട്ടായിട്ട് നിന്നതേ ഈ പറഞ്ഞ ശാരദാമ്മ തന്നെയാ. അവരുടെ കാരുണ്യ എന്റെ ഈ ജീവിതം, അത് ഞാൻ മറക്കത്തില്ല. നീ മറക്കണ്ടടി. നീ അവരുടെ ഓർമ്മകൾ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? ഞാൻ അസുഖം കൂടി ചാവട്ടെ. ഭാര്യയാണത്ര ഭാര്യ. ഭർത്താവിനോട് അല്പം സ്നേഹം പോലും ഇല്ലാത്ത ഭാര്യ. ഈ അസുഖം വന്നതേ ഞാനായിട്ട് വരുത്തി വെച്ചോന്നും അല്ലല്ലോ. കുടി കൂടിയിട്ടുണ്ടായതല്ലേ. അപ്പൊ അനുഭവിച്ചോ. ഇങ്ങനെയൊക്കെ ആയിട്ടും നിങ്ങൾ പഠിച്ചില്ലല്ലോ. നിങ്ങൾ ഇപ്പോഴും കുടിക്കുന്നില്ലേ? നിങ്ങൾ നന്നാവില്ല മനുഷ്യ, ഒരിക്കലും നന്നാവില്ല. ഇനി ഇവളുടെ സമ്മതത്തോടെ അത് നടക്കില്ല. മറ്റെന്തെങ്കിലും വഴി നോക്കണം. എന്താടോ, എന്താ ഈ രാത്രിയില്? ഒരത്യാവശ്യമുണ്ട്, അതാ നിന്നെ തേടി വന്നത്. വാ, നമുക്ക് അങ്ങോട്ട് മാറിയേക്കാം. വാ. എന്താടോ, എന്താ ഇപ്പൊ പുതിയ പ്രശ്നം? നിനക്കറിയാലോ, എൻ്റെ മൂത്ത മോടൊരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലില. അവളിപ്പോ ഹോസ്പിറ്റൽ കിടക്കയില്ല. അവിടുന്ന് അവൾ എഴുന്നേറ്റ് നടക്കണമെങ്കിൽ ഒരു ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എടാ, അതിനെനിക്ക് കുറച്ച് പണം വേണം. എൻ്റെ കാര്യമൊക്കെ നിനക്കറിയാലോ. എടോ, കൊള്ളാലോ. ഇതിപ്പോ ഒരല് ചെന്ന് മദ്ദളത്തോട് പരിഭവം പറയുന്ന പോലെ ആയി. അതെ, ഞാനും ഒന്ന് രണ്ട് കാര്യങ്ങൾക്കായി ഇത്തിരി കാശിനു വേണ്ടി ഓടി അടക്കുകയാണ്. പലരിടത്തും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ സത്യം പറയാമല്ലോ, നമുക്കൊരാവശ്യമുണ്ടെന്ന് പറഞ്ഞ് ചോദിച്ചാ ഒരുത്തനും സഹായിക്കൂല. എടാ, അവൾ എഴുന്നേറ്റ് നടന്നില്ലെങ്കിൽ അതൊരു ബാധ്യതയായി എനിക്ക് മാറും. ഒപ്പം മാറാത്ത വേദനയും. തൻ്റെ ഒരു മോള് കളക്ടറുണ്ടല്ലോ. ഈ പണത്തിൻ്റെ ആവശ്യം അവളോട് ചോദിക്കാൻ പാടില്ലേ? ഈ സുഖമില്ലാത്ത മോളുടെ കുഞ്ഞിൻ്റെ സംരക്ഷണം ഈ കളക്ടർ മോളെയാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. എടാ, അതിൻ്റെ കൂടെ ഇതും കൂടി പറയാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇതെൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമല്ലേ, ഞാൻ ചെയ്യേണ്ട കടമ. അതുകൊണ്ട്
നീ എങ്ങനെയെങ്കിലും കുറച്ച് കാശ് ഒപ്പിച്ചു തരണം. അതിപ്പോ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തു തരാനാണെങ്കിൽ ഒന്നുമില്ല. പക്ഷേ എവിടെന്നെങ്കിലും എടുക്കാവുന്നുണ്ടെങ്കിൽ ഒരു കൈ നോക്കാം. മനസ്സിലായില്ല. ആ, എൻ്റെ പഴയ പണിക്ക് ഇറങ്ങേണ്ടി വരുമെന്ന്. മോഷണം. രഹസ്യമായും പരസ്യമായും ഒക്കെ ഞാൻ ഒരുപാട് പണ്ട് ചെയ്തിട്ടുള്ളതല്ലേ. അങ്ങനെ എവിടെന്നെങ്കിലും കുറച്ച് ചില്ലറ കിട്ടുകയാണെങ്കിൽ തൻ്റെ പ്രശ്നവും മാറും, എൻ്റെ പ്രശ്നവും മാറും. എടാ, അത് അന്നത്തെ ചോരത്തളപ്പുള്ള പ്രായത്തിലല്ലേ. ഇന്നിപ്പോൾ അങ്ങനെയാണോ? ഉം. ഒന്ന് ഓടാൻ പോലും കെൽപ്പില്ലാത്തവര് ഈ പണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാ പെട്ടുപോവില്ലേ? ഒരാളും സംശയിക്കില്ല. തെളിവില്ലെങ്കിൽ ഒരു പോലീസ് കേസ് പോലും നമ്മുടെ നേർക്ക് വരികയില്ല. അതെ, നമ്മൾ ഈ പ്രായത്തിൽ തന്നെയല്ലേ ഒരു ശവം മറവ് ചെയ്തത്. എന്നിട്ട് ആരെങ്കിലും പിടിച്ചോ? അല്ല, അത് ശരിയാ. ആ, അതുപോലെ തന്നെയായി ഇതും. തെളിവില്ലേ, നമ്മുടെ പിന്നാലെ ഒരാളും വരൂല. തൃക്കരിപ്പൂർ ക്ഷേത്രം. ഏ? അവിടത്തെ കാണിക്ക വഞ്ചി അത് നമ്മൾ പോക്കുന്നു. അല്ല, അമ്പലത്തിലെ കാണിക്കുകയും ചെയ്യോ? അതും അകത്തിരിക്കുന്നത്? അതെ, തനിക്ക് കാര്യം നടക്കണ്ടേ? വേണോ വേണ്ടേ? അല്ല, ശാലിനിയുടെ അച്ഛനെന്താ ഇവിടെ? ഞങ്ങൾ പഴയകാല സുഹൃത്തുക്കളാ അല്ലേ? എന്നെ കാണാൻ വേണ്ടി വന്നതാ. ആ, എങ്കിൽ വരൂ, അകത്തിരുന്ന് സംസാരിക്കാലോ. അല്ല, ശിവൻ ചെല്ലേ. ഞങ്ങൾ ഈ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് അങ്ങ് വന്നേക്കാം. ചെല്ലേ, ശിവൻ ചെല്ലേ. ശരി. ചെല്ലുവാനേ. എടാ, നമ്മൾ പറഞ്ഞതെല്ലാം കേട്ട് കാണോ? ഏയ്, അതൊന്നുമില്ല. തനിക്ക് പണം വേണമെങ്കിൽ എൻ്റെ കൂടെ നിൽക്കണം. നമ്മുടെ രണ്ടുപേരുടെയും വിഷമങ്ങൾ മാറ്റിത്തരാൻ തൃക്കരിപ്പൂർ തേവരോട് പ്രാർത്ഥിക്കാം. ഇടോ, ഭഗവാൻ നമ്മളെ സഹായിക്കാതിരിക്കൂല.